ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ KTU പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ, അതിൽ ബയസിങ്ങിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 3 ആണ്. ഇന്നത്തെ സെഷനിൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ടിൻ്റെ IC, VCE ആൻഡ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. നോർമലി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരം എക്സാംസിന് 7 മാർക്സിന് ചോദിക്കുന്നതാണ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്സിന് ചോദിച്ചതാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ, R1 ഈക്വൽസ് 36 k ohm, R2 ഈക്വൽസ് 9 kilo ohm, RC equals 9 kilo ohm, RE equals 2 kilo ohm, VCC equals 24 volt and V equals 0.7 volt. Calculate IC, VCE and S for beta equal to 100. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ICയുടെ വാല്യൂ, VCയുടെ വാല്യൂ, അതുപോലെ S ആണ്. നമ്മൾ പാർട്ട് 2ൽ ഒരു ഫിക്സഡ് ബയസ് സർക്യൂട്ടിൻ്റെ ഈ IC, VCS ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മൊഡ്യൂൾ 1ൻ്റെ വീഡിയോസ്, എക്സാം ഓറിയൻറ്റഡ് വീഡിയോസ് അപ്ലോഡാണ്. മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇനി ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഈ തന്നിരിക്കുന്ന സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ടാണ്. വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ടാണ്. അപ്പം അതിനകത്ത് നമുക്കറിയാം ഇതിൻ്റെ എല്ലാം സ്റ്റെബിലിറ്റി ഫാക്ടർ ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഡയറക്റ്റായിട്ട് തിയറിയും സ്റ്റെബിലിറ്റി ഫാക്ടറും ഡെറിവേഷൻസൊക്കെ എക്സാംസിന് ചോദിക്കുന്നതാണ്. ആ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പം ഇങ്ങനത്തുള്ള പ്രോബ്ലം ചോദിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ടിൻ്റെ ഈ പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുമ്പം നമ്മൾ ഡെറിവേഷൻ ചെയ്തായിരുന്നു. എന്ത് ചെയ്യും? അതിനെ ഒരു തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ടായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയസിൻ്റെ തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ VT എന്ന് വെച്ചാൽ തെവെനിൻ ഇക്വിവലന്റ് വോൾട്ടേജ് ആണ്. RTനെ നമ്മളിവിടെ RB ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് R1 പാരലൽ R2 ആണ്. ഓക്കെ, ആ ഇക്വേഷൻസും ആദ്യം അങ്ങ് എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് VThevenin എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡർ റൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് R2 ഇൻറ്റു VCC ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് ഈ VT എന്ന് പറയുന്നത്. അതുപോലെ RT ഈക്വൽസ് ടു RB ഈക്വൽസ് ടു R1 പാരലൽ R2, ദാറ്റ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബൈ സർക്യൂട്ടിൽ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് എഴുതണം. നമ്മൾ അതാണ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ VThevenin ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ VT ഈക്വൽ ടു R2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. R2 ഈക്വൽസ് 9K. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു 10⁻³ VCCൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വോൾട്ട്. VCC 24 വോൾട്ട്, 24 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 36 ഇൻറ്റു 10⁻³. ഓക്കെ, 36K പ്ലസ് R2 9K, 9 ഇൻറ്റു 10⁻³ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് VThevenin 4.8 വോൾട്ടായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ടാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ഫസ്റ്റ് VThevenin ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ എക്സ്പ്രഷൻ ഓൾറെഡി നമുക്കറിയാം. അതിനകത്ത് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് VThevenin വാല്യൂ കിട്ടും. ഇനി നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് RThevenin. ഇവിടെ നമ്മൾ അതിനെ RB വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. RB ഈക്വൽ ടു എന്താണ്? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. R1ൻ്റെ R2ൻ്റെ വാല്യൂ അറിയാം, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. R1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 36 ഇൻറ്റു 10⁻³ ഇൻറ്റു R2ൻ്റെ വാല്യൂ 9 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ 36 ഇൻറ്റു 10⁻³ പ്ലസ് 9 ഇൻറ്റു 10⁻³. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് RBയുടെ വാല്യൂ 7.2 കിലോ ഓം എന്ന് കിട്ടും. ഓക്കെ, RBയുടെ വാല്യൂ 7.2 കിലോ ഓം എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ്, അതായത് വോൾട്ടേജ് ഡിവൈഡർ ബൈ സർക്യൂട്ട് ചോദിക്കുകയാണെങ്കിൽ ആദ്യമേ ഈ തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് വരയ്ക്കുക, VThevenin ഫൈൻഡ് ഔട്ട് ചെയ്യുക, RB അല്ലെങ്കിൽ RThevenin ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് IC ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മളിന്ന് സിമിലർ പ്രോബ്ലംസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ IC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? IB ഫൈൻഡ് ഔട്ട് ചെയ്യും. IB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻപുട്ട് സൈഡിലുള്ള ഫാക്ടറാണ് IB എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും?
ഈ ഇൻപുട്ട് ലൂപ്പിൻ്റെ ഇക്വേഷൻ എഴുതും. ഓക്കെ, ദിസ് ഈസ് ദ ഇൻപുട്ട് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ലൂപ്പിൻ്റെ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് ഇവിടെ മെയിൻ വോൾട്ടേജ് എന്ന് വെച്ചാൽ വി തെവനിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വി വിൽ റൈറ്റ് ദ ഇൻപുട്ട് ഇക്വേഷൻ ഓഫ് KVL ഇൻപുട്ട് ലൂപ്പ് ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ KVL എക്സ്പ്രഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ VT റൈസ് ഇൻ വോൾട്ടേജ് ഈക്വൽ ടു ഇവിടെ RBക്ക് അക്രോസ് ഉള്ള ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IB RB. ഇനി എന്തുണ്ട്, ഈ റെസിസ്റ്ററുണ്ട്. ഓക്കെ, ഇപ്പം എമിറ്റർ റെസിസ്റ്ററുണ്ട്. അപ്പോൾ അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്റർ കറണ്ടാണ്. അപ്പോൾ എന്ത് വരും, അതിലേക്കുള്ള ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഗുഡ് IE RE. ഈ എമിറ്റർ റെസിസ്റ്റർ കൂടെ ഉള്ള ഡ്രോപ്പ് കറണ്ട് IE ആണ്. സോ ഡ്രോപ്പ് IE RE പ്ലസ് ഇവിടെ എന്തുണ്ട്, നമ്മൾ ഇൻപുട്ട് സൈഡിലൊരു VBE ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും, പ്ലസ് VBE എന്ന് വരും. ഇതാണ് നമ്മളുടെ ഇൻപുട്ട് സൈഡിൻ്റെ ഇക്വേഷൻ. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ IC ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് IB ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ്. IB എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഇൻപുട്ട് സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ലൂപ്പിൻ്റെ ഇക്വേഷൻ എഴുതണം. സ്റ്റെബിലിറ്റി ഫാക്ടർ ചെയ്തപ്പോൾ നമ്മൾ ഇതേ സെയിം പ്രൊസീജിയറാണ് ചെയ്തത്. അപ്പോൾ ഇൻപുട്ട് ലൂപ്പ് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് ഇവിടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് വെച്ചാൽ VT ദാറ്റ് ഈസ് ഈക്വൽ ടു ഡ്രോപ്പ് അക്രോസ് ഈച്ച് കമ്പോണൻറ്റ്. ഇവിടെ RB ഉണ്ട്, അതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IB ആണ്. സോ ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IB RB പ്ലസ് ഇവിടെ ഒരു RE റെസിസ്റ്റർ ഉണ്ട്, അതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IE ആണ്. സോ IE RE പ്ലസ് ഇൻപുട്ട് സൈഡിൽ എന്തുണ്ട്, ഒരു VBE ഉണ്ട്, പ്ലസ് VBE എന്ന് എഴുതി. ഇനി അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഇവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ VT ഈക്വൽസ് IB RB പ്ലസ് IE RE പ്ലസ് VBE എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്താണ്, നമ്മൾ IB ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ IE ഉണ്ട്. IE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമിറ്റർ കറണ്ടാണ്. അപ്പോൾ സം ഓഫ് എന്തൊക്കെയാണ്, ബേസ് കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട്. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ടാണ് എമിറ്റർ കറണ്ട് IE ഈക്വൽ ടു IB പ്ലസ് IC എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യും, ഈ IEക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ VT ഈക്വൽ ടു IB RB പ്ലസ് IEക്ക് പകരം IB പ്ലസ് IC RE പ്ലസ് VBE എന്ന് കിട്ടും. അപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യനിൽ ഇങ്ങനെ IB പ്ലസ് IC വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ICനെ എലിമിനേറ്റ് ചെയ്ത് ബീറ്റയുടെ ടേംസിൽ എഴുതുമായിരുന്നു. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ IC ഈക്വൽ ടു ബീറ്റ IB എന്നാണ്. അപ്പോൾ ഇവിടെ IC നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പ്രഷൻ ഇൻപുട്ട് ഇക്വേഷനിൽ നിന്ന് IB ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടേമിൽ നമ്മൾ പ്രീവിയസ് പ്രോബ്ലംസിലും ഈ സെയിം പ്രൊസീജിയറാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ICനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇതാണല്ലോ ICയുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ, അതിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു IB ആഡ് ചെയ്യും. സോ IB പ്ലസ് IC ഈക്വൽ ടു IB പ്ലസ് ബീറ്റ IB എന്ന് കിട്ടും. ഇതിൽ ഇവിടെ ഒരു IB ആഡ് ചെയ്തു, സിമിലർലി ഇവിടെ ഒരു IB ആഡ് ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു IB കോമൺ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 1 വരും പ്ലസ് ഇവിടെ ബീറ്റ വരും. ഓക്കെ, ദാറ്റ് ഈസ് IB പ്ലസ് ബീറ്റ IB. ദാറ്റ് ഈസ് എന്താണ്, IB പ്ലസ് IC എന്ന് പറഞ്ഞു. ദിസ് ഈസ് IB പ്ലസ് IC. അപ്പോൾ ഇവിടെ IB പ്ലസ് ICക്ക് വരെ നമുക്ക് എന്തെഴുതാം, ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. V Thevenin ഈക്വൽ ടു IB RB പ്ലസ് IB പ്ലസ് IC എന്താ കിട്ടിയത്, IB ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഹോൾ ഇൻറ്റു RE പ്ലസ് VBE എന്ന് കിട്ടും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അൺനോൺ ആയിട്ട് വരുന്നത് IB മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വാല്യൂസ് നമുക്കറിയാം. അങ്ങനെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, IB ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. VTയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.8 ഈക്വൽ ടു IB അറിയത്തില്ല, IB എന്ന് എഴുതുക, ഇൻറ്റു RBയുടെ വാല്യൂ കൊടുക്കുന്നുണ്ട്. RBയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്, RB മീൻസ് തെവനിൻ ഇക്വലൻ്റ് RB, ദാറ്റ് ഈസ് 7.2 കിലോ ഓം. ദാറ്റ് ഈസ് 7.2 ഇൻറ്റു കിലോ ഓം 10⁻³ പ്ലസ് IB അറിയത്തില്ല. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ബീറ്റ പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 101 ഇൻറ്റു REയുടെ വാല്യൂ നമുക്ക് ഗിവൺ ആണ്. RE വാല്യൂ 2K ആണ്. സോ 2 ഇൻറ്റു 10⁻³ പ്ലസ് VBയുടെ വാല്യൂ, ദിസ് ഈസ് VB ആണ് ഈ വാല്യൂ വന്നിരിക്കുന്നത്. VB എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.7 വോൾട്ട് ആണ്. സോ
0.7. അപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ടുള്ള എന്ത് മാത്രമേ ഉള്ളൂ? ഇതിൽ IB മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് IBയുടെ വാല്യൂ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.0195 മില്ലി ആംപിയർ എന്ന് കിട്ടും. നമ്മൾ IB എന്തിനാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്? നമ്മൾ ICയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഇൻ ടേംസ് ഓഫ് IC ഈക്വൽ ടു ബീറ്റ IB ആണ്. അങ്ങനെയാണ് നമ്മൾ IB ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പോൾ IB കിട്ടി. IC കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? IC ഈക്വൽ ടു ബീറ്റ IB ആണ്. ബീറ്റയുടെ വാല്യൂ 100 ആണ്. സോ 100 ഇൻറ്റു IB നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. 0.0195 മില്ലി മീൻസ് 10⁻⁻³ ഓക്കെ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ICയുടെ വാല്യൂ 1.95 മില്ലി ആംപിയറിന് കിട്ടും. 1.95 മില്ലി ആംപിയർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ICയുടെ എക്സ്പ്രഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? VCE ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോൾ VCE എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഔട്ട്പുട്ട് സൈഡിലെ വോൾട്ടേജാണ്, കളക്ടർ ടു എമിറ്റർ വോൾട്ടേജാണ്. അപ്പോൾ നമ്മൾ എന്ത് ഇക്വേഷനാക്കി എഴുതുന്നത്? വെരി ഗുഡ്, നമ്മൾ ഔട്ട്പുട്ട് ലൂപ്പ് ഇക്വേഷനാക്കി എഴുതുന്നത്. ഇവിടെ ഔട്ട്പുട്ട് പാരാമീറ്ററാണ് VCE എന്ന് പറയുന്നത്. സോ വി വിൽ റൈറ്റ് ഔട്ട്പുട്ട് ഇക്വേഷൻ ഓഫ് യൂസിങ് KVL. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് റൈസ് ഇൻ പൊട്ടൻഷ്യൽ ഈക്വൽ ടു ഫാൾ ഇൻ പൊട്ടൻഷ്യൽ. ഇവിടെ മെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് VCC ആണ്. സോ VCC ഈക്വൽസ് എലമെൻറ്റ്സ് വരുന്നത് ഒന്ന് കളക്ടർ റെസിസ്റ്റർ ഉണ്ട്, പിന്നെ എമിറ്റർ റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു VCE ഉണ്ട്. അപ്പോൾ കളക്ടർ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കറണ്ട് IC ആണ്. അപ്പോൾ അതിൻ്റെ ഡ്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് IC RC പ്ലസ് ഈ എമിറ്റർ റെസിസ്റ്ററിന് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എമിറ്റർ കറണ്ടാണ്. അതിൻ്റെ ഡ്രോപ്പ് IE RE പ്ലസ് ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് എന്ന് വെച്ചാൽ VCE, എമിറ്റർ ടു കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്, ദാറ്റ് ഈസ് VCE എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് VCE ആണ്. നേരത്തെ ചെയ്തപോലെ തന്നെ I എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതിയായിരുന്നു I ഈക്വൽ ടു IB പ്ലസ് IC ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്പ്രഷനകത്ത് IEക്ക് പകരം IB പ്ലസ് IC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ ഇക്വേഷൻ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ലൂപ്പ് ഇക്വേഷൻ എന്ന് പറയുന്നത് VCC ഈക്വൽ ടു IC RC പ്ലസ് IE RE പ്ലസ് VCE ആണ്. IEക്ക് പകരം ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ VCC ഈക്വൽ ടു IC RC പ്ലസ് IE ഈക്വൽസ് എന്താണ്? IB പ്ലസ് IC ദെൻ RE പ്ലസ് VCE എന്ന് വരും. അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മളിവിടെ നേരത്തെ ചെയ്തായിരുന്നു. അപ്പം IB പ്ലസ് IC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് എന്ത് എഴുതാൻ പറ്റും? IB ഇൻറ്റു 1 പ്ലസ് ബീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ VCC ഈക്വൽ ടു IC RC പ്ലസ് IB പ്ലസ് IC നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് IB ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു RE പ്ലസ് VCE എന്ന് വരും. ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VCE മാത്രമേ ഉള്ളൂ. RE ഓൾറെഡി അറിയാം, ബീറ്റ അറിയാം, IB നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, IC നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, RC തന്നിട്ടുണ്ട്, VCCയും തന്നിട്ടുണ്ട്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ VCCയുടെ വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്. 24 ഈക്വൽ ടു IC വാല്യൂ 1.95 ഇൻറ്റു 10⁻⁻3, REയുടെ വാല്യൂ 9K 9 ഇൻറ്റു 10⁻³ പ്ലസ് IBയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു 0.0195 ഇൻറ്റു 10⁻³ IB ബീറ്റ വാല്യൂ 100 ആണ്. സോ ബീറ്റ പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? ഇൻറ്റു 101 ഇൻറ്റു REയുടെ വാല്യൂ എന്ന് പറയുന്നത് 2K ആണ്. സോ 2 ഇൻറ്റു 10⁻³ പ്ലസ് VCE നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട VCE. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് നോൺ ആണ്, അതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കൊരു ഫൈനലി VCE ഈക്വൽ ടു 2.492 വോൾട്ട് എന്ന് കിട്ടും. VCE ഈക്വൽസ് 2.492 വോൾട്ട് എന്ന് കിട്ടും. അപ്പം സെക്കൻഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഏതാണ്? VCE ആണ്. അപ്പോൾ VCE ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ VCE എന്നുള്ള ടേം ഔട്ട്പുട്ടിലാണ് വരുന്നത്. നമ്മൾ ഔട്ട്പുട്ട് ലൂപ്പ് ഇക്വേഷൻ എഴുതും, KVL ഇക്വേഷൻ എഴുതും. അപ്പോൾ അതിനകത്ത് വരുന്നത് ഒന്ന് VCC വരുന്നുണ്ട്, പിന്നെ
ഇവിടെ ഫ്ലോ ചെയ്യുന്ന IC, അപ്പോൾ ICRC വരുന്നുണ്ട്, പിന്നെ IERE വരുന്നുണ്ട്, പിന്നെ ഒരു VCE വരുന്നുണ്ട്. IEനെ നമ്മൾ IB + IC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് IB + ICനെ നമ്മൾ IB × 1 + ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് ബാക്കി വാല്യൂസ് എല്ലാം അറിയാം. നമുക്ക് അൺനോൺ ആയിട്ടുള്ള VCEയുടെ വാല്യൂ 2.492 വോൾട്ട് എന്ന് കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റിനകത്ത് ഒന്നും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് എ വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ട്. നമ്മൾ അത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് എ വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ട്, അതിൻ്റെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അതിനകത്ത് ഇപ്പം നമുക്ക് ആ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്ത് സ്റ്റെബിലിറ്റി ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് വോൾട്ടേജ് ഡിവൈഡർ bias circuit S equals beta plus 1 divided by 1 plus beta RE divided by RE plus RB. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷനാണ് എടുക്കേണ്ടത്. നമ്മൾ ആ ഡെറിവേഷൻ്റെ ടൈമിലാണ് അതിലൊരു RE അക്കൗണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ലാസ്റ്റ് S = 1 എന്നുള്ളൊരു വാല്യൂ കിട്ടിയായിരുന്നു സ്റ്റെബിലിറ്റി ഫാക്ടർ. അപ്പം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഫാക്ടർ തരുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബൈ സർക്യൂട്ടാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് പ്രോബ്ലംസ് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇക്വേഷൻ REയും RB ഒക്കെ ഉള്ള ഇക്വേഷൻ എടുക്കുക. ഇനി ഇതിനകത്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എല്ലാ വാല്യൂസും അറിയാം. ബീറ്റയുടെ വാല്യൂ 100 ആണ്. സോ 100 + 1 ഡിവൈഡ് ബൈ 1 + 100 ഇൻറ്റു REയുടെ വാല്യൂ 2 × 10⁻³ 2K ഡിവൈഡഡ് ബൈ RE 2 × 10⁻³ പ്ലസ് RBയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. RB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RThevenin, അതിൻ്റെ വാല്യൂ നമ്മൾ 7.2 × 10⁻³ അത് ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. ആദ്യം തന്നെ നമ്മൾ RBയുടെ വാല്യൂ 7.2 കിലോ ഓം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ അതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ 4.44 എന്നാണ്. സ്റ്റെബിലിറ്റി ഫാക്ടർ 4.44 ആണ്. അതിന് യൂണിറ്റൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ VCE = 2.492 വോൾട്ട്, IC = 1.95 മില്ലി ആംപിയർ, S = 4.44. എക്സാമിന് ഇങ്ങനത്തുള്ള പ്രോബ്ലത്തിനകത്ത് നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ ഒന്ന് ബോക്സ് ഇട്ട് ഹൈലൈറ്റ് ചെയ്യണം. അതുപോലെ യൂണിറ്റ്, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ട്, കറണ്ട് ആണെങ്കിൽ മില്ലിയോ മൈക്രോ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് കൺവേർട്ട് ചെയ്ത കറണ്ട് വിത്ത് യൂണിറ്റ്, അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ. ഓക്കെ, ഇതാണ് ഒരു 7 മാർക്സ് ചോദിച്ച KTUവിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് വോൾട്ടേജ്, നമുക്ക് മൊഡ്യൂൾ 1 ബയസിങ്ങിന് 3 ടൈപ്പ് ബയസിങ് ഉണ്ട്. അതിൽ നമ്മൾ 3 ടൈപ്പ് ബയസിങ്സിൻ്റെയും പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം സിമിലർ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈസി മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഫൈനൽ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. BTech MEDC.